ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് CSK ടീമിനെ സംബന്ധിക്കുന്നതാണ്. ചെന്നൈ ഇപ്രാവശ്യം ലേലത്തിൽ ഒരുപാട് വമ്പൻ താരങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് അശ്വിനെ വാങ്ങിച്ചതാണ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് അശ്വിൻ തിരിച്ച് ടീമിലെത്തുന്നത്. ഇപ്പോഴത്തെ CSK ടീമിന്റെ ക്യാപ്റ്റൻസി മാറുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഋതുരാജിനെ മാറ്റി മറ്റൊരു താരത്തിന് ക്യാപ്റ്റൻസി കൊടുക്കാനാണ് CSKയുടെ പദ്ധതി. സീനിയർ താരമെന്ന നിലയിൽ അശ്വിൻ ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഋതുരാജിനെ ക്യാപ്റ്റൻസിയോട് താല്പര്യമില്ലെന്ന് അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് CSK മറ്റൊരു ക്യാപ്റ്റനെ നോക്കുന്നത്. അശ്വിൻ ക്യാപ്റ്റനായാൽ അത് CSK ടീമിന് കൂടുതൽ ഗുണകരമാകും. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. മുംബൈ ടീം ഇപ്രാവശ്യം മികച്ച ഒരു താരത്തെ ടീമിലെത്തിച്ചു. അത് മറ്റാരുമല്ല, ട്രെന്റ് ബോൾട്ടാണ്. ബോൾട്ട് ബുംറ സഖ്യം ഇപ്രാവശ്യം IPL-ൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ആരാധകർ കരുതിയത്. രാജസ്ഥാൻ ബോൾട്ടിനെ വിട്ടുകൊടുത്തത് മണ്ടത്തരമാണെന്നും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനാണ്. ബോൾട്ടിന് പരിക്കുണ്ട്. അതുമാത്രമല്ല, ബോൾട്ട് അടുത്ത IPL-ൽ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. രാജസ്ഥാൻ അതുകൊണ്ടാണ് ബോൾട്ടിനെ വിട്ടുകൊടുത്തത്. ബോൾട്ട് ഇക്കാര്യം രാജസ്ഥാനോട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് രാജസ്ഥാൻ ഇത്ര മികച്ച പേസറായ ബോൾട്ടിനെ വിട്ടുകൊടുത്തത്. മുംബൈക്ക് ഇതുപോലത്തെ ഒരു തിരിച്ചടി ആരും പ്രതീക്ഷിച്ചു കാണില്ല. ബോൾട്ട് കളിച്ചില്ലെങ്കിൽ അത് മുംബൈ ടീമിന് പണിയായിരിക്കും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജു ആണ്. സഞ്ജു മികച്ച രീതിയിൽ രാജസ്ഥാനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത IPL-ൽ ക്യാപ്റ്റൻസി മാറ്റം വരാൻ പോവുകയാണ്. സഞ്ജുവിനെ രാജസ്ഥാൻ ഒഴിവാക്കുകയാണ്. പകരം ഒരു യുവതാരത്തിനാണ് ക്യാപ്റ്റൻസി കൊടുക്കുന്നത്. അത് മറ്റാരുമല്ല, റിയാൻ പരാഗാണ്. സഞ്ജുവിന് ക്യാപ്റ്റൻസി പ്രഷർ ഉണ്ടാകുമ്പോൾ താരത്തിന്റെ ഫോം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മാത്രമാണ് സഞ്ജുവിനെ ഒഴിവാക്കുന്നത്. സഞ്ജുവിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാൻ തന്നെയാണ് രാജസ്ഥാൻ ആഗ്രഹം. പക്ഷേ സഞ്ജുവിന്റെ ഫോം നഷ്ടമായാൽ അത് രാജസ്ഥാനെ തിരിച്ചടിയായിരിക്കും. അടുത്ത പ്രാവശ്യം സഞ്ജു ഓപ്പണിംഗിലാണ് കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് റിയാൻ പരാഗിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.